മരടിൽ സുപ്രീം കോടതി വിധി നടപ്പായി 4 അനധികൃത ഫ്ളാറ്റുകളും വിജയകരമായി മറ്റ് അപായങ്ങൾ ഒന്നുമില്ലാതെ പൊളിച്ചു നീക്കി. അവസാന ഫ്ളാറ്റായ ഗോൾഡൻ കായലോരം ഉച്ചയ്ക്ക് 2:30 നിലംപൊത്തി. 16 നിലകളുള്ള ഗോൾഡൻ കായലോരം 5 സെക്കൻഡിൽ നിലംപതിച്ചു. 4 സ്ഫോടനങ്ങളും പൂർണ്ണ വിജയമായതോടെ ആശ്വാസത്തോടെ അധികൃതർ. സ്ഫോടനങ്ങൾ പൂർണ്ണ വിജയമായതിൽ ജില്ലാ ഭരണകൂടവും പോലീസും അഗ്നിരക്ഷാസേനയും സംതൃപ്തി രേഖപ്പെടുത്തി. ലോകത്ത് തന്നെ അത്യപൂർവമായ ദൗത്യമാണ് വിജയകരമായി അവസാനിച്ചത്. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, 4 ഫ്ളാറ്റ് സമുച്ചയങ്ങളും മണ്ണോട് ചേർന്ന് കഴിഞ്ഞു. ഈ ദൗത്യത്തെക്കുറിച്ച് എന്താണ് പൊതുവെയുള്ള വിലയിരുത്തൽ? ആദ്യമൊക്കെ ആശങ്കയും ആകാംക്ഷയും ഒക്കെ ഉണ്ടായിരുന്നുവല്ലോ, അതൊക്കെ പൂർണ്ണമായി മാറിയിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങളൊപ്പം എന്തൊക്കെയാണ്? ഏതായാലും ആശങ്കകൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് ആശങ്കകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇപ്പോൾ യാതൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ശുഭകരമായി പര്യവസാനിച്ചിരിക്കുന്നു. 4 ഫ്ളാറ്റുകളുടെയും പൊളിക്കൽ പ്രക്രിയ വളരെ ഭംഗിയായി ഏകദേശം വിചാരിച്ച പോലെ തന്നെ ഭംഗിയായി നടക്കുന്നു. ഇതിൽ ഈ ഗോൾഡൻ കായലോരമാണ് ഏറ്റവും അവസാനം പൊളിച്ചത്. അതായിരുന്നു ഏറ്റവും സങ്കീർണമായ ഒരു പ്രക്രിയ. കാരണം ഇവിടെ ഈ തൊട്ടടുത്തുള്ള അംഗനവാടി കെട്ടിടമുണ്ട്, തൊട്ടടുത്ത വൻ ഒരു കെട്ടിട സമുച്ചയമുണ്ട്. ഇവയ്ക്കൊന്നും കേടുപാട് സംഭവിക്കാതെ ഇത് തീർക്കണം എന്നുള്ളതായിരുന്നു നിശ്ചയം. ഏതാണ്ട് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഈ വലിയ കെട്ടിടത്തിന്റെ സ്വിമ്മിംഗ് പൂളിന് ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതല്ലാതെ കാര്യമായ തകരാറുകളില്ല. അംഗനവാടിയുടെ ചില ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട്. അവിടെ ഇവിടെയുമൊക്കെ ചെറിയ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ മതിലുകൾക്കൊക്കെ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അംഗനവാടിയുടെ മതിലുകൾ തന്നെ തകർന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ചില മതിലുകളും തകർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള തകർച്ച, അതായത് ഒക്കെ പരിഹരിക്കാൻ കഴിയുന്ന തകർച്ചകൾ അല്ലാതെ മറ്റു കാര്യമായ തകർച്ചകൾ സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ആദ്യത്തെ S2O ഫ്ളാറ്റ് മുതൽ എല്ലാത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർവാതെ സ്ഫോടന വിദഗ്ധൻ സർവാതെ സ്ഥലം സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു പോലീസ് അകമ്പടിയോടുകൂടി വന്ന് സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥലത്തെ വിവരങ്ങളൊക്കെ നോക്കി കാണുകയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ച് അകലെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ഏതായാലും കാര്യമായ യാതൊരു തകരാറുകളും ഇല്ലാതെ നടന്നിരിക്കുന്നു. പിന്നെ ആൽഫ സെറീൻ ഫ്ളാറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ച് കായലിലേക്ക് അതിന്റെ അവശിഷ്ടങ്ങൾ വീണു. അതും മറ്റൊരു കെട്ടിടത്തെ രക്ഷിക്കാനായി ആ കായലിലേക്ക് ഇത് പതിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. മറ്റു കാര്യമായ തകരാറുകളും പ്രശ്നങ്ങളും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ഏതായാലും ഇനി ഈ സ്ഥലത്തെ സംബന്ധിച്ചുള്ള അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ സ്ഥലം പ്രത്യേകിച്ച് തീരസംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ട് അത് ഉടമകൾക്ക് വിട്ടുകൊടുക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയും ഒരു തീർപ്പ് ഉണ്ടാകേണ്ടതുണ്ട്. നാളെ സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച് പൊളിക്കാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നാളെ തന്നെ സുപ്രീം കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. പൊളിച്ചു എന്ന വിവരം സുപ്രീം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അക്കാര്യങ്ങളിലൊക്കെയുള്ള ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. പിന്നെ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഈ അവശിഷ്ടങ്ങൾ, ഒരു യുദ്ധകളത്തിന് സമാനമായി ഇവിടെ കിടക്കുന്ന ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഒരു ഏജൻസിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏജൻസി ഇത് 70 ദിവസത്തിനകം ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചന്ദ്രൂരുള്ള അവരുടെ ഒരു സ്ഥലത്താണ് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ ചന്ദ്രൂരെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇത് ഏതെങ്കിലും രീതിയിൽ ഇതിന് കാലതാമസം ഉണ്ടാക്കുമോ എന്നൊരു ആശങ്ക ഇപ്പോഴുണ്ട്. അല്ലാതെ മറ്റു രീതിയിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഈ പ്രദേശത്ത് ഉണ്ടാക്കാതെ ഇത് അവസാനിച്ചു എന്നുള്ളത് വളരെ ശുഭകരമായ കാര്യമാണ്. ശ്രീനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മരടിലെ ഫ്ളാറ്റ് പൊളിക്കൽ പൂർണ്ണ വിജയമെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജെറ്റ് ഡെമോളിഷൻ കമ്പനി CEO ജോ ബ്രിഗ്മൻ ഫ്ളാറ്റ് പൊളിക്കലിന് ശേഷം ന്യൂസ് 18നോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമുക്കൊപ്പം ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ഈ സ്ഫോടനങ്ങൾ അത് മുഴുവൻ ആസൂത്രണം ചെയ്യുകയും ചെയ്ത ജെറ്റ് ഡിമോളിഷൻ കമ്പനിയുടെ CEO ജോ ബ്രൈമാൻ ചേരുന്നുണ്ട്. സർ, വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് കേരളാസ് ബ്ലാസ്റ്റ് എക്സ്പീരിയൻസ്? Well, we've had 3 quite successful implosions. Everything is on the ground. Everything is safe. It's been very challenging. Very short period of time to prepare. Lots of houses nearby, rivers nearby, where we had to keep the rubble out of the water, and everything worked. So we're very pleased that everything is done.
and done safely. ഈ സ്ഫോടനം നടത്തിയ കമ്പനിയുടെ ജെറ്റ് ഡിമോളിഷൻ കമ്പനിയുടെ CEO കൂടിയുള്ള അദ്ദേഹമാണ് സംസാരിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് ഇത്തരത്തിലുള്ള ദൗത്യം ഇവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്നും CN പ്രകാശ്, ന്യൂസ് 18. വിധി നടപ്പാകില്ല എന്ന ആശങ്ക മരടിലെ ഫ്ളാറ്റുകൾ നിലം പൊത്തിയതോടെ ജനങ്ങൾക്ക് മാറിയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ നാദിറ പറഞ്ഞു. അനധികൃത കയ്യേറ്റങ്ങൾ നടത്തി ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ നടത്താൻ ഇനിയും ഭയക്കുമെന്നും നാദിറ വ്യക്തമാക്കി. ഇതുവരെ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്കൊടുവിൽ ഇന്നലെയാണ് ഒരു ആശ്വാസം കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. കോടതി നിയമം നടപ്പിലാക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വിശ്വാസമായിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി എന്ത് തന്നെയായാലും അത് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ്. എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ ഈ അവസരത്തിൽ സുപ്രീം കോടതിയെ അറിയിക്കുകയാണ്. എല്ലാ ഭരണകൂടം ഏറ്റെടുത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തുടക്കം മുതലേ തന്നെ പൊളിക്കൽ അവശിഷ്ടങ്ങൾ ഒരു പ്രോംപ്റ്റ് എൻ്റർപ്രൈസസ് എന്ന ഒരു കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ തന്നെ മരട് നഗരസഭ ഇത് ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവരിലൂടെ അത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കും. മരടിലെ ജെയിൻ കോറൽ കോവാണ് ഇന്ന് ആദ്യം പൊളിച്ച ഫ്ളാറ്റു സമുച്ചയം. 17 നിലകളുള്ള കെട്ടിടം 5.6 സെക്കൻഡിലാണ് തകർത്തത്. നിശ്ചയിച്ച സമയമായ 11 മണിക്ക് കൃത്യമായി സ്ഫോടനം നടത്തിയാണ് ഫ്ളാറ്റ് പൊളിച്ചത്. സിജോ വി ജോൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. എനിക്ക് പിന്നിൽ കോൺക്രീറ്റ് കൂമ്പാരമായി കിടക്കുന്നതാണ് നിലവിൽ ജെയിൻ കോറൽ കോവ് ഫ്ളാറ്റിന്റെ അവസ്ഥ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏകദേശം ഒരു 2 നില കെട്ടിടത്തിന്റെ മാത്രം ഉയരത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഫ്ളാറ്റ് നിലനിൽക്കുന്നത്. ഫ്ളാറ്റ് പൊളിക്കുന്നതിന് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഫ്ളാറ്റിന്റെ 7 മീറ്റർ അകലത്തിൽ മാത്രമാണ് കായൽ സ്ഥിതി ചെയ്യുന്നത്. കായലിലേക്ക് കോൺക്രീറ്റ് കഷ്ണങ്ങൾ പുറത്തോട്ട് പോകാതിരിക്കുക, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതോടൊപ്പം തന്നെ അതിന്റെ സമീപത്തായി ഒരു വലിയ വീടുണ്ട്. ആ വീട്ടിലേക്ക് കോൺക്രീറ്റ് കഷ്ണങ്ങൾ തെറിക്കാതിരിക്കുക എന്ന നിലയിലായിരുന്നു. ഇതായിരുന്നു ഈ ഫ്ളാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഫ്ളാറ്റ് പൊളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഈ കായലിലേക്ക് ഈ കഷ്ണങ്ങൾ പോകാൻ ഒരു കഷ്ണം പോലും ഇതുവരെയും തെറിച്ചിട്ടില്ല. വളരെ ആസൂത്രിതമായി തന്നെ നടപ്പാക്കിയ ആ പദ്ധതി അത് വിജയകരമായി തന്നെ വന്നിരിക്കുന്നു. നമുക്ക് അഭിമുഖമായി തന്നെയാണ് ഈ ഫ്ളാറ്റ് വീണിരുന്നത്. അതായത് 49 ഡിഗ്രി ചെരിച്ച് കിഴക്ക് വശത്തേക്കാണ് ഈ ഫ്ളാറ്റ് ചെരിച്ച് വീഴ്ത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് കോൺക്രീറ്റ് കഷ്ണങ്ങൾ വീഴത്തക്ക രീതിയിലാണ് ഈ സ്ഫോടനം ക്രമീകരിച്ചിരുന്നത്. അത് അതേപടി തന്നെ ഈ കഷ്ണങ്ങൾ ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ സ്ഥലത്താണ് പാർക്കിംഗ് ഏരിയ എന്നാണ് പറഞ്ഞിരുന്നത്. ആ സ്ഥലത്ത് തന്നെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ വീട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ വീടിന്റെ പരിസരത്തേക്ക് പോലും കോൺക്രീറ്റ് കഷ്ണങ്ങൾ എത്തിയിട്ടില്ല. ഈ റോട്ടിൽ നിന്ന് അകത്തേക്കുള്ള കവാടമുണ്ട്. ആ കവാടത്തിന്റെ സൈഡിൽ മാത്രമാണ് ഈ കോൺക്രീറ്റ് കഷ്ണങ്ങൾ വന്നിരിക്കുന്നത്. എന്തായാലും മരടിലെ 3ാമത്തെ ഫ്ളാറ്റും വളരെ വിജയകരമായി തന്നെയാണ് ഇപ്പോൾ ഇതിന്റെ സ്ഫോടനം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏറ്റവും കൃത്യതയോടെ നിലം പൊത്തിയതും ജെയിൻ കോറൽ കോവായിരുന്നു. ഒരു പിഴവ് പോലും സംഭവിച്ച എന്നാണ് പ്രത്യേകത. കടുകിട പിഴവില്ലാത്ത കൃത്യത. പാർക്കിംഗ് ഏരിയയിലേക്ക് ചരിഞ്ഞ് പവിഴപ്പുറ്റുപോലെ ഒരു കോൺക്രീറ്റ് കൂന. മരട് പഞ്ചായത്തിൽ കഴിഞ്ഞ 2 ദശാബ്ദത്തിനിടെ നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും ഉയരമേറിയ ഒന്നായിരുന്നു ജെയിൻ കോറൽ. 51 മീറ്റർ ഉയരം, 17 നിലകൾ, 128 അപ്പാർട്ട്മെന്റുകൾ. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകളിൽ ഏറ്റവും തലയെടുപ്പുള്ളത് കോറൽ കോവിനായിരുന്നു. ലാണ് ജെയിൻ കോറൽ കോവിന് നിർമ്മാണാനുമതി ലഭിക്കുന്നത്. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി. ഏതാണ്ട് 1 ദശാബ്ദം തികയും മുമ്പ് എല്ലാം വീണ്ടും മണ്ണോട് ചേർന്നു. $372 കിലോ സ്ഫോടക വസ്തു, 2660 ദ്വാരങ്ങൾ, 86 ലക്ഷം രൂപ. ജെയിൻ കോറൽ കോവ് നിലംപൊത്താൻ പിന്നീട് വേണ്ടി വന്നത് 9 സെക്കൻഡിൽ താഴെ സമയം.
ന്യൂസ് 18 കൊച്ചി. നിശ്ചയിച്ചതിലും 26 മിനിറ്റ് വൈകിയാണ് ഗോൾഡൻ കായലോരത്ത് സ്ഫോടനം നടത്തിയത്. ഫ്ളാറ്റിന് സമീപത്തുണ്ടായിരുന്ന അംഗനവാടിക്ക് ഒരു കേടുപാടും കൂടാതെയാണ് ഫ്ളാറ്റ് പൊളിച്ചത്. CN പ്രകാശ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 17 നിലകളുണ്ടായിരുന്ന ഗോൾഡൻ കായലോരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. അതായത് സ്ഫോടനം നടന്ന് കുറച്ച് നേരത്തിന് ശേഷം ഇവിടെ 17 നിലകളും 40 അപ്പാർട്ട്മെൻറ്റുകളും പൂർണ്ണമായി നിലംപതിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളുമില്ലാതെ ഈ സ്ഫോടനം നടത്താൻ കഴിഞ്ഞു, നിയന്ത്രിത സ്ഫോടനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അല്പം പൊടിപടലങ്ങൾ ആ സമയത്ത് സ്ഫോടനം നടന്ന സമയത്ത് ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതിനും ഇപ്പോൾ ശമനമുണ്ടായിരിക്കുന്നു. അഗ്നിശമന സേനയുടെ ഫയർഫോഴ്സിൻ്റെ പ്രത്യേക സംഘം എത്തി അതും പൂർണ്ണമായി നിയന്ത്രിച്ചിരിക്കുന്നു. ഇനി നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ഈ പൊടിപടലങ്ങൾ ഒപ്പം തന്നെ അവശിഷ്ടങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 7100 ടൺ അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേരത്തെ കണക്കൂട്ടിയിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ നമുക്ക് നേരത്തെ അറിയാം 15 കിലോഗ്രാമിൽ താഴെയുള്ള സ്ഫോടക വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം നടത്തിയത്. ഇതിൻ്റെ തൂണുകൾക്ക് മറ്റ് ഫ്ലാറ്റുകളെ അപേക്ഷിച്ച് ശക്തി കുറവായതുകൊണ്ടാണ് കുറച്ച് സ്ഫോടക വസ്തുക്കൾ മാത്രം ഉപയോഗിക്കേണ്ടി വന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ ഈ കായലോരത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഈ അവശിഷ്ടങ്ങൾ നീങ്ങുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും അത്തരത്തിലുള്ള ആശങ്കകൾ അസ്ഥാനത്താണെന്ന് തെളിയിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ അംഗൻവാടി 5 മീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. വലിയ മുതൽമുടക്കുള്ള അംഗൻവാടിയല്ല എങ്കിൽ പോലും ആ അംഗൻവാടിക്ക് പോലും ഒരു പരിക്കേൽക്കരുത്, അതിൻ്റെ ചില്ലുകൾ പോലും പോറരുത് എന്ന ഒരു നിഷ്കർഷ ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നു. ആ സ്ഫോടനം നടത്തിയ കമ്പനികൾക്കുണ്ടായിരുന്നു. അത്രയും ശാസ്ത്രീയമായി തന്നെ അതിൻ്റെ ചില്ലുകൾ മാത്രമാണ് ചെറിയ തോതിൽ ഒരു പൊട്ടൽ അനുഭവപ്പെട്ടുള്ളത്. കെട്ടിടത്തിന് ഏതെങ്കിലും പ്രകമ്പനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ അടിത്തറയ്ക്ക് കുലുക്കം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി ഇനിയും അറിയേണ്ടതുണ്ട്. ഏതായാലും ഈ 4 ഫ്ളാറ്റുകൾ പൊളിച്ചതും അങ്ങേയറ്റം ശാസ്ത്രീയമായിട്ടാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പുതിയ കാഴ്ച കൂടിയായിരുന്നു. ഇന്ത്യയിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ യോഗ്യമായിട്ടുള്ള വാസസ്ഥലങ്ങൾ അത് പൊളിക്കുന്ന ദൗത്യം ഏറ്റെടുക്കുന്നത്. വാസസ്ഥലങ്ങളിലുള്ള വാസയോഗ്യമായിട്ടുള്ള ഫ്ളാറ്റുകൾ പൊളിക്കുന്ന ദൗത്യം നടപ്പാക്കുന്നത്. മരടിൽ ഗോൾഡൻ കായലോരം ഫ്ളാറ്റ് തകർന്നപ്പോൾ തൊട്ടടുത്ത് നിർമ്മാണത്തിലിരുന്ന ഹീരാ കെട്ടിട സമുച്ചയത്തിന്റെ സ്വിമ്മിംഗ് പൂളിന് നേരിയ കേടുപാടുകൾ സംഭവിച്ചു. സമീപത്തെ ശൗചാലയത്തിനും ചെറിയ കേടുപാട് സംഭവിച്ചു. N ശ്രീനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നിരിക്കുന്നു. വലിയ നാശനഷ്ടങ്ങളൊന്നും ഒറ്റനോട്ടത്തിൽ കാണാനില്ല. പുഴയിലേക്ക് അവശിഷ്ടങ്ങൾ വീണിട്ടില്ല. മാത്രമല്ല തൊട്ടടുത്തുള്ള അംഗനവാടി കെട്ടിടത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതിന്റെ ചുറ്റുമതില് കുറച്ച് തകർന്നിട്ടുണ്ട്, അതുമാത്രമേ ഉള്ളൂ. എന്നാൽ കാര്യമായ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയാൻ കഴിയുന്നത് തൊട്ടടുത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഹീര കൺസ്ട്രക്ഷന്റെ ഒരു കെട്ടിടമുണ്ട്, ഒരു ഫ്ളാറ്റുണ്ട്. ആ ഫ്ളാറ്റിന്റെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അത് ഭൂമിയിലാണ്, താഴത്തെ നിലയിലാണ് സജ്ജീകരിച്ചിരുന്നത്. അതിന്റെ മുകളിലേക്കാണ് ഗോൾഡൻ കായലോരത്തിന്റെ തലക്കെട്ട്, അതായത് ഏറ്റവും മുകൾ വശം വന്ന് പതിച്ചിരിക്കുന്നത്. വലിയ കോൺക്രീറ്റ് കഷ്ണമാണ് അവിടേക്ക് വന്ന് പതിച്ചിരിക്കുന്നത്. അതുമൂലം അതിന്റെ ഒരു ഭാഗം തകർന്നു പോയിട്ടുണ്ട്. ആ തകർന്നു പോയതാണ് ഇതിലുണ്ടായ ഏറ്റവും വലിയ നാശനഷ്ടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അത് ഹീര കൺസ്ട്രക്ഷനുണ്ടായ നാശനഷ്ടമാണ്. അതിന് അവർ നഷ്ടപരിഹാരത്തിന് കേസ് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഈ സ്വിമ്മിംഗ് പൂൾ രക്ഷിക്കാൻ അവർ ശ്രമം നടത്തിയിരുന്നെങ്കിൽ അടുത്തുള്ള അംഗനവാടി കെട്ടിടത്തിന് കാര്യമായ തകർച്ച സംഭവിച്ചേനെ. അത് ഒഴിവാക്കാൻ വേണ്ടി ഇവിടേക്ക് പതിക്കുന്ന രീതിയിൽ തന്നെ ഇത് ആസൂത്രണം ചെയ്തതാണ് എന്ന് വേണം നമുക്ക് ഇതിന്റെ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇതിന് അപ്പുറത്ത് ഒരു ചെറിയ ശൗചാലയമുണ്ട്. ആ ശൗചാലയത്തിന്റെ മേൽക്കൂരയ്ക്കും ചെറിയ രീതിയിൽ ഒരു ചെറിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് കാര്യമായ ഒരു കേടുപാടല്ല. ഇത്തരമുള്ള ഈ നാശനഷ്ടമല്ലാതെ മറ്റ് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇന്നത്തെ തകർച്ചയിൽ ഉണ്ടായിട്ടില്ല. രാവിലത്തെ ഫ്ളാറ്റിന്റെ തകർച്ചയിലും ഒരു നാശനഷ്ടവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മരടിലെ ഫ്ളാറ്റുകൾ തകർന്നപ്പോൾ വേദനയോടെ ഉടമകൾ ഗോൾഡൻ കായലോരം ഫ്ളാറ്റ് തകർന്നു വീഴുന്നത് കാണാൻ ഇതിന്റെ 14ാം നിലയിൽ താമസിച്ചിരുന്ന നീറ്റ എത്തിയിരുന്നു. ഇവിടുത്തെ തന്നെ താമസക്കാരനായിരുന്ന ജോർജ് ദൃശ്യങ്ങൾ ടിവിയിൽ കണ്ട ശേഷം അവശിഷ്ടങ്ങൾ കാണാൻ എത്തി. ഈ തകർച്ച നേരിട്ട് കണ്ടിരുന്നു? ടിവിയിൽ കൂടി കണ്ടിരുന്നു. നേരിട്ട് കണ്ടോ? ബണ്ട് റോഡിൽ നിന്ന് കണ്ടായിരുന്നു. ഇവിടെ എത്ര നിലയിലായിരുന്നു താമസം? 14th floor. എന്ത് തോന്നി അത് നേരിട്ട് കണ്ടപ്പോൾ? നമ്മളുടെ സ്വന്തം ശരീരം ഒടിഞ്ഞു വീഴുന്ന എന്ത് പ്രതീതി അത് മാതിരി. ആൾക്കാര് ഭയങ്കര കയ്യടിയും ഭയങ്കര സന്തോഷവും. അവരുടെ വീടല്ലല്ലോ, അപ്പൊ അവർക്ക് അതിന്റെ വികാരം മനസ്സിലാവത്തില്ല. ഞങ്ങളുടെ നെഞ്ചാണ് തകർന്നത്. എത്ര നാൾ ഇവിടെ താമസിച്ചതാണ്? 5 years. നേരിട്ട് കാണാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി?
എനിക്ക് കാണണമായിരുന്നു. കാരണം ഞാനിവിടെ എല്ലാ 2 ദിവസം, ഞാനിപ്പോൾ വയറ്റിലല്ല താമസിക്കുന്നത്, എല്ലാ 2 ദിവസം ഞാനിവിടെ വരും. കായലിൻ്റെ സൈഡിൽ കൂടെ നടക്കും, ഇതൊക്കെ പോയി ഇതൊക്കെ വന്ന് കാണും. അപ്പം എനിക്കത് തകർന്ന് വീണ് അത് എൻ്റെ മനസ്സിൽ നിന്ന് ഫ്രീ ആക്കണമായിരുന്നു. ഐ ഹാഡ് ടു കം സീ. എന്തായിരുന്നു ആ സമയത്ത് ഒരു പ്രാർത്ഥന? ഇനി ആർക്കും ഇങ്ങനെ വരുത്തരുത് എന്നുള്ളതായിരുന്നു. ഞങ്ങൾ സഹിച്ചു. പക്ഷേ ഇവിടെ കുറേ ഇല്ലീഗൽ ഫ്ലാറ്റ്സ് ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, അതൊക്കെ പൊളിക്കാൻ പോകണമെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പോയ ആ ഒരു സ്റ്റേജിൽ കൂടെ ഇനിയും കുറേ ആൾക്കാർ പോകേണ്ട വേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അത് വളരെ വിഷമമുള്ളൊരു. ലോകത്തു തന്നെ അത്യപൂർവമായ ദൗത്യം നേരിയ പിഴവ് പോലുമില്ലാതെ പൂർത്തിയായതിന്റെ ആശ്വാസത്തിൽ കേരളം. പൊളിക്കൽ ഏറ്റെടുത്ത കമ്പനികളുടെ പിഴവില്ലാത്ത ഒരുക്കങ്ങളാണ് പ്രധാന വിജയഘടകമായത്. ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും അഗ്നിരക്ഷാസേനയുടെയും പൂർണ്ണ സഹകരണവും നിർണായകമായി. 6.5 ലക്ഷത്തിലേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 4 ഉഗ്രസ്ഫോടനങ്ങൾ. തവിടുപൊടിയായത് 4 കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ. അടുത്തുള്ള കെട്ടിടങ്ങൾക്കോ വീടുകൾക്കോ പോറൽ പോലും ഏൽക്കില്ലെന്ന് ആദ്യം പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. പക്ഷേ തൊട്ടുനിന്ന ചെറു വീടുകൾക്ക് പോലും കേടുപറ്റാതെ ദൗത്യം പൂർത്തിയായപ്പോൾ എല്ലാവർക്കും ആശ്വാസം. ഫസ്റ്റ് പൊട്ടിക്കുന്നു പറഞ്ഞപ്പോഴേക്കും പേടിയുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ വീടിന് പക്ഷെ ഒരു കുഴപ്പമില്ല, നിറയെ പൊടിയാണ്, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. പൊട്ടലോ പാടൊന്നും പ്രത്യക്ഷത്തിലൊന്നും കാണാനില്ല. ട്രാഫിക് നിയന്ത്രിക്കാൻ മാത്രം 300 പോലീസുകാർ, ജനങ്ങളെ ഒഴിപ്പിക്കാൻ 500 പോലീസുകാർ വേറെ, 14 യൂണിറ്റുകളിലായി 70 അഗ്നിരക്ഷാ സേനാംഗങ്ങൾ, സാങ്കേതിക വിദഗ്ധരും തൊഴിലാളികളുമടക്കം 1500-ലേറെ മനുഷ്യരുടെ അർപ്പണബോധത്തിന്റെ കൂടി ഫലമാണ് വിജയകരമായ ദൗത്യം. നേരത്തെ 2 നിയന്ത്രിത സ്ഫോടനം കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മുടെ പ്രദേശത്തെല്ലാവരുടെയും ഒരു ആശങ്ക കുറയുകയും ഇത് വളരെ അപകടരഹിതമായിട്ട് നടക്കും എന്നൊരു തോന്നലുണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്ന് വളരെ ലാഘവത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. എഡിഫസിന്റെ ഉത്കർഷ് മേത്ത, ജെറ്റ് ഡിമോളിഷന്റെ ജോ ബ്രിങ്മാൻ, വിജയ് സ്റ്റീൽസിന്റെ ആനന്ദ് ശർമ്മ, സ്ഫോടന വിദഗ്ധരായ ശരത് ബി സർവാത്തെ, ഡോക്ടർ ആർ വേണുഗോപാൽ തുടങ്ങി അറിയപ്പെടുന്ന വിദഗ്ധരുടെ ഒന്നിച്ചുള്ള പ്രവർത്തനം കൂടിയാണ് ദൗത്യത്തെ കുറ്റമറ്റതാക്കിയത്. 1 ലക്ഷത്തോളം ടൺ കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ നീക്കുകയെന്ന ജോലിയാണ് ഇനി ബാക്കി. അതിന് 2 മാസമെടുക്കും. തീരദേശ പരിപാലന നിയമം ലംഘിക്കുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഫ്ളാറ്റ് പൊളിച്ചു നീക്കിക്കൊണ്ട് നൽകുന്നത്. ഉണ്ടായിരുന്ന ആശങ്കകൾ അസ്ഥാനത്താണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ സ്ഫോടനം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും കണ്ണൻ പ്രസന്നൊപ്പം CN പ്രകാശ്, ന്യൂസ് 18. 5 ഫ്ളാറ്റുകളും എങ്ങനെ പൊളിച്ചു എന്നതിന്റെ വിശദാംശങ്ങൾ ചേർത്ത് സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട്. തീരപരിപാലന നിയമം ലംഘിച്ച് മരടിൽ നിർമ്മിച്ച 4 ഫ്ളാറ്റുകളും മണ്ണടിഞ്ഞിരിക്കുകയാണ്. ആദ്യമായി തന്നെ തകർന്നത് ഹോളി ഫെയ്ത്ത്, പിന്നീട് ആൽഫാസറിൻ 2 ടവറുകളാണ് ഉണ്ടായിരുന്നത്. ജെയിൻ, അതോടൊപ്പം ഗോൾഡൻ കായലോരം. ഹോളി ഫെയ്ത്ത് H2O ഇക്കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ള ഫ്ളാറ്റുകളിൽ ഒന്നായിരുന്നു. 19 നിലകളാണ് ഹോളി ഫെയ്ത്തിന് ഉണ്ടായിരുന്നത്. 90 അപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. ഈ 90 അപ്പാർട്ട്മെൻറ്റുകളുള്ള ഈ കെട്ടിടത്തിൻ്റെ ഏകദേശ ഉയരം എന്ന് പറയുന്നത് 50 മീറ്റർ ആയിരുന്നു. ഈ കെട്ടിടം തകർത്തത് ഏതാണ്ട് 37 മുതൽ 46 ഡിഗ്രി വരെ ചരിച്ച്. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കെട്ടിടങ്ങളുണ്ടായിരുന്നു, വീടുകളുണ്ടായിരുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് 212 കിലോ സ്ഫോടക വസ്തുക്കളാണ്. ഇതിനുവേണ്ടി ചെലവഴിച്ചതാകട്ടെ ഏതാണ്ട് 64 ലക്ഷം രൂപയും. ഇതാ ഇങ്ങനെയാണ് ഹോളി ഫെയ്ത്ത് നിലം പതിക്കുന്നത്. ഹോളി ഫെയ്ത്തിന് ശേഷം ആൽഫാസറിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരട്ട ടവറാണ്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 50 മീറ്ററോളം വരും. 16 നിലകൾ, 73 അപ്പാർട്ട്മെൻറ്റുകൾ. ഈ കെട്ടിടങ്ങളിൽ, പൊളിച്ച കെട്ടിടങ്ങളിൽ ഏറ്റവും സവിശേഷമായി തകർക്കേണ്ടി വന്ന കെട്ടിടങ്ങളിൽ ഒന്നാണ് ആൽഫ എന്ന് പറയുന്നത്. കാരണം അത് ട്വിൻ ടവർ ആയതുകൊണ്ട് തന്നെ 61 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചെലവെന്ന് പറയുന്നത്. ഏതാണ്ട് 21,400 ടൺ മാലിന്യമാണ് ഈ കെട്ടിടം തകർന്നു വീണപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതാ ഇങ്ങനെയാണ് ആൽഫാസറിൻ തകരുന്നത്.
രണ്ടാം ദിവസത്തിൻ്റെ തുടക്കം ജെയിൻ കോറൽ കോവിലാണ്. ജെയിൻ കോറൽ കോവ് പറഞ്ഞതിനേക്കാൾ അല്പം വൈകിയാണ് പൊളിച്ചത് എങ്കിൽ പോലും ഇത് ഈ തകർത്തതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണ്. മാത്രമല്ല ഏറ്റവും അധികം ആളുകൾ താമസിച്ചിരുന്നതും ജെയിൻ കോറൽ കോവിൽ തന്നെയാണ്. 51 മീറ്ററാണ് ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. 125 അപ്പാർട്ട്മെൻറ്റുകൾ ഇതിലുണ്ടായിരുന്നു. 16 നിലകളാണ് ജെയിൻ കോറൽ കോവിൽ ഉണ്ടായിരുന്നത്. ജെയിൻ കോറൽ കോവ് തകരുന്നത്, ഇത്രയും വലിയ കെട്ടിടം നമ്മൾ കാണുമ്പോൾ ഇത് തകരുന്നത് നോക്കുക. വെറും 9 സെക്കൻഡുകൾ കൊണ്ട് മാത്രമാണ് ജെയിൻ കോറൽ കോവ് നിലം പൊത്തുന്നത്. രണ്ട് സ്ട്രക്ചറായിരുന്നു ഗോൾഡൻ കായലോരം എന്ന് പറയുന്നത്. ഇതിന് 16 നിലകളാണ് ഉണ്ടായിരുന്നത്, 40 അപ്പാർട്ട്മെൻറ്റുകൾ, 50 മീറ്റർ ഉയരം. ഇതായിരുന്നു ഗോൾഡൻ കായലോരത്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്. കായലിൻ്റെ രണ്ട് വശത്തും കായലുണ്ട്, ആ കായലിലേക്ക് വീഴാതെ വീഴ്ത്തുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഗോൾഡൻ കായലോരം മണ്ണോട് മണ്ണടി. ഇതുമായി ബന്ധപ്പെട്ട് ഇനി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകുകയാണ് അടുത്ത നടപടി എന്ന് പറയുന്നത്. അതേസമയം തന്നെ മറ്റ് പലതും കാപ്പിക്കോ അടക്കമുള്ള വിവാദങ്ങൾ ഇക്കൂട്ടത്തിൽ ഉയർന്നു വരുന്നുമുണ്ട്. ഏതായാലും കായൽ കയ്യേറ്റക്കാർക്ക്, തീരപരിപാലന നിയമം ലംഘിക്കുന്നവർക്ക് ഈ കണ്ട ദൃശ്യങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ്. കളിക്കവളയിൽ പോലീസുകാരനെ വെടിവെച്ച് കൊന്ന പ്രതികളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 4 പേർ പിടിയിൽ. കൊല്ലം പാലരുവിയിൽ നിന്ന് പിടിയിലായവരെ തമിഴ്നാട് പോലീസിന് കൈമാറി. ഇവർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ പറയാനാകൂ എന്ന് പോലീസ് അറിയിച്ചു. കേസിലെ മുഖ്യപ്രതികളെ ഇനിയും പിടികൂടാനായിട്ടില്ല. ജമ്മുകശ്മീരിലെ ത്രാലിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചു. പുൽവാമ ജില്ലയിലെ ത്രാലിൽ പുലർച്ചെയോടാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഹിസ്ബുൾ മുജാഹുദ്ദീൻ അംഗങ്ങളായ ഉമർ ഫയാസ് ലോൺ, ആദിൽ ബഷീർ മീർ, ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരൻ ഫൈസാൻ ഹമീദ് ഭട്ട് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സേന നടത്തിയ തെരച്ചിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരർ ആദ്യം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് സേന അറിയിച്ചു. പൗരത്വ നിയമത്തിനെതിരെ ദേശരക്ഷാ മതിൽ തീർത്ത് മുസ്ലിം ലീഗ്. മലപ്പുറം അങ്ങാട് മുതൽ തിരുരങ്ങാടി വരെയാണ് മനുഷ്യമതിൽ തീർത്തത്. പാണക്കാട് ഹൈദരലി, ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. എല്ലാവരും ഒരേ ലക്ഷ്യത്തിന് പ്രക്ഷോഭം നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ അതിനോട് ആര് സഹകരിക്കുന്നതിലും സന്തോഷമേ ഉള്ളൂ. അതല്ലേ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതെ, രാജ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നേറ്റമാണ്. അതിൽ ആര് സഹകരിക്കുന്നതും സന്തോഷമേ ഉള്ളൂ എന്നാണ് തങ്ങളുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസപ്പെരുമയിൽ എരുമേലി പേട്ടതുള്ളൽ ചടങ്ങുകൾക്ക് സമാപനം. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ എരുമേലിയിൽ പേട്ടതുള്ളി. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പെരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പെരിയോർ KK വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ തുള്ളൽ. എരുമേലി വാവര് പള്ളിയിലെത്തിയ അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവര് സ്വാമിയുടെ പ്രതിനിധിയായി മഹല്ല് ജോയിന്റ് സെക്രട്ടറി ഹക്കീം മാടത്താനി വലിയ അമ്പലത്തിലേക്ക് അനുഗമിച്ചു. 100 കണക്കിന് അയ്യപ്പ ഭക്തരാണ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.